ഗുഡ് മോർണിംഗ്. നമ്മള് ചാപ്റ്റർ 3 ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതൊരു എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, അതിന് പല ലോസ് ഓരോ സയന്റിസ്റ്റും പ്രപ്പോസ് ചെയ്ത 3-4 ലോസ് അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ട മോഡേൺ പീരിയോഡിക് ലോയെ. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ആ മോഡേൺ പീരിയോഡിക് ലോയും ആ പീരിയോഡിക് ലോയിൽ നിന്ന് വന്ന മോഡേൺ പീരിയോഡിക് ടേബിളും അതുപോലെ നമ്മുടെ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ നിന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് സമറൈസ് ചെയ്ത് പറയാം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പീരിയഡ് നമ്പരും അതുപോലെ ഗ്രൂപ്പ് നമ്പരും കണ്ടുപിടിക്കുക ഫ്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് അറ്റോമിക് നമ്പർ. നമുക്കൊരു അറ്റോമിക് നമ്പരും അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇന്ന എലമെന്റ് ഇന്ന പീരീഡിലാണ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിലാണ് അതല്ലെങ്കിൽ ഇന്ന ബ്ലോക്കിലാണ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അതുപോലെ ഓരോ പീരീഡ്സിലുള്ള എലമെന്റ്സിന്റെ ക്യാരക്ടേഴ്സ്, അതായത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്, ദെൻ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരിയഡ്സും അതുപോലെ ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന് ഇപ്പം നമ്മുടെ പേര് പറയുവാണെങ്കിൽ നമുക്ക് കുറെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ സ്ഥലം, പിൻകോഡ് അതെല്ലാം പറയുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരാൾക്ക് കിട്ടും. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ കുറിച്ച്, ഒരു ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള അതിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 2 പഠിക്കുന്നുണ്ട് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച്, അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, അങ്ങനെയല്ല. അപ്പൊ അതൊരു 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ആ 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്, അതായത് ഒരു ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസിന് ഒരിക്കലും ഈ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവുകയില്ല. അങ്ങനെ സെയിം ആവത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആറ്റത്തില് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അതിൽ ഓരോ ഇലക്ട്രോണിനെയും എനിക്ക് ഇന്ന ഇലക്ട്രോൺ ആണ്, ഇയാൾ ഇതാണ്, അതായത് ഓരോ ആളെ എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് അയാളെ എടുത്തു പറയാൻ പറ്റും. ഓരോരുത്തരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതിന് കാരണം എന്താണ്? ആ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ഓരോ ഇലക്ട്രോൺസിന്. അപ്പൊ അവരുടെ നമുക്കൊരു ഇലക്ട്രോണിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുക. അതിൽ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ എൻ എന്ന് പഠിച്ചു, സ്മോൾ ലെറ്റർ എൻ, നമ്മളത് കണ്ടതാണ്. ആ സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് നമ്മുടെ ഷെല്ലിനെ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ എൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് നമ്മുടെ ഷെല്ലിനെ ഡിസൈഡ് ചെയ്യുക. ഈ ഷെല്ല് എന്ന് വെച്ചാൽ എന്താ? ഇതാണ് നമ്മുടെ മെയിൻ എനർജി ലെവൽ എന്ന് പറയുന്നത്. ആ മെയിൻ എനർജി ലെവലായ ഷെല്ലിനെ ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്മോൾ ലെറ്റർ എന്നിന്റെ നമ്പർ ആയിരിക്കും. അതായത് നമ്മള് 1s, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് 1s, 2s, 3s നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. അതിൽ ഈ സൈഡിലുള്ള ഈ നമ്പർ കണ്ടോ, ഇതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ എൻ. ഇതാണ് നമ്മുടെ എൻ. എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ലാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് കെ, എൽ, എം, എൻ ഷെല്ല്, അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോ ആ എൻ എന്ന് പറയുന്നത് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ലിനെയാണ് അവര് ഡിഫൈൻ ചെയ്യുക ഈ സ്മോൾ ലെറ്റർ എൻ എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന. ഓക്കെ, ദെൻ നമ്മൾ ആ കൂടെ തന്നെ 1s, 2s, 2p, 3p എന്നൊക്കെ പറയില്ലേ? അതില് ഈ സെക്കൻഡ് കിടക്കുന്നത് ആരാണ്? ഈ സെക്കൻഡ് കിടക്കുന്ന ആളാണ് സബ് ഷെല്ലുകൾ, ഷെല്ലിന്റെ ഉള്ളിലുള്ള ആള്. അത് നമ്മൾ സബ് ഷെൽ എന്ന് പറയും, അല്ലെങ്കിൽ അവരെ നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയും. എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ എന്ന് പറയും. അപ്പോ ഈ 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ ഷെല്ലുകളാണ്.
അതായത് മെയിൻ എനർജി ലെവൽ ആണ് ഷെല്ല്. ദെൻ ഈ പി എന്ന് പറയുന്ന സബ് ഷെല്ലുകളാണ്. അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പൊ ഷെൽ എന്ത്, സബ് ഷെൽ എന്ത്, ഓർബിറ്റൽ എന്ത് എന്നൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഈ ഓർബിറ്റൽസില് എങ്ങനെയാണ്, അതായത് എസ് ഓർബിറ്റലിൽ, അതുപോലെ പി ഓർബിറ്റലിൽ, ഡി ഓർബിറ്റലിൽ, എഫ് ഓർബിറ്റലിൽ എങ്ങനെയാണ് ഞാൻ എന്റെ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും കേസിൽ ഫില്ല് ചെയ്യുക. പിയില് ചിലപ്പോൾ ഒരിടത്ത് 1 കാണുള്ളൂ. അപ്പൊ അതിൽ ഓരോന്നും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റ്, ഇലക്ട്രോൺസിനെ ഡിഫറെന്റ് ഓർബിറ്റൽസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചാല് ഇതാ അതിന്റെ ഡെഫിനിഷൻ: the distribution of electrons into orbitals of an atom is called its electronic configuration. അതിന്റെ ഓർബിറ്റലിൽ, എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ ഏതുമായിക്കോട്ടെ, ഒരു ആറ്റത്തിന്റെ ഓർബിറ്റലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഓക്കെ, അപ്പൊ ആ ഒരു എലമെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ഓർബിറ്റൽ നോക്കിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഓർബിറ്റൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ചില എലമെന്റ് നിങ്ങൾക്ക് അറിയാം, ഒരു 36, 37 ഒക്കെ അറ്റോമിക് നമ്പർ വരുവാണെങ്കിൽ അവർക്ക് 1s, 2s, 3s, 3p അങ്ങനെ ഒത്തിരി ഓർബിറ്റൽസ് കാണുമല്ലോ. അതെല്ലാം നമ്മൾ നോക്കണ്ട. ജസ്റ്റ് നമ്മൾ അവരുടെ ഔട്ടർ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ലാസ്റ്റ് ഓർബിറ്റലിനെ മാത്രം നോക്കുക, അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പറയാൻ പറ്റും, അതിന്റെ ലൊക്കേഷൻ പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കാം. ലാസ്റ്റ് കിടക്കുന്ന ഓർബിറ്റലിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. നോക്കോളൂ. ഞാനൊരു 1s2, 2s2, 2p3 ഇതെന്ന് പറയുന്നത് ഏതാ, നൈട്രജന്റെ നമ്പർ ആണ്. 3 + 2 5, 5 + 2 7, 7 എന്ന് വെച്ചാൽ നൈട്രജൻ ആണ് നമ്മുടെ ആറ്റം. ഇതിൽ ഞാൻ ലാസ്റ്റത്തെ ഓർബിറ്റൽസ് മാത്രം എടുത്താൽ മതി. ഈ 2s2, 2p2, 2p3 അത് മാത്രം എടുത്തു നോക്കിയാൽ എനിക്ക് എന്ത് കിട്ടും, അവരുടെ ലൊക്കേഷൻ കിട്ടും. ഈ 1s2 ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഈ ലാസ്റ്റത്തെ 2s2, 2p3 മാത്രം നോക്കിയാൽ മതി. ഇതിൽ വെച്ച് എനിക്ക് എന്തൊക്കെ പറയാം, ഈ 2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അവരുടെ n ആണ്. n = 2. ഈ n തന്നെയാണ് നമ്മുടെ പീരീഡിന്റെ നമ്പരും. പീരീഡ്സ് അത് ഏത് പീരീഡ്സിലാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് പീരീഡ്സിലാണ്. അത് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഓരോ പീരീഡ്സും ഗ്രൂപ്പും ക്ലാസിഫൈ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്ന് കാണും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ ഔട്ടർ ലാസ്റ്റ് ഓർബിറ്റൽ മാത്രം നോക്കിയാൽ മതി. അത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നാ പറഞ്ഞത്, ഓരോ എന്താ ആറ്റത്തിന്റെ ലൊക്കേഷൻ നമുക്ക് പീരിയോഡിക് ടേബിളിൽ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ 2s2, 2p3 ഇതിൽ n എന്ന് പറയുന്ന 2 ആണല്ലോ. ആ 2 വെച്ച് നമുക്ക് എന്ത് പറയാം, ഇത് ഏത് പീരീഡിലാണ്, സെക്കൻഡ് പീരീഡ്സിലാണ്. ഇനി ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ ഈ 2ഉം 3 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. ആ 5ന്റെ കൂടെ 10 ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ. 15 ആണ്. ഓക്കെ, അത് ഓരോന്നിനും ഈ 2ഉം 3ഉം ഓരോന്നിനും ചേഞ്ച് ചെയ്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ അതനുസരിച്ച് 10 വെച്ച് ആഡ് ചെയ്യുമ്പോൾ അത് ഓരോന്നിന്റെയും ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിക്കോളും. അതിപ്പോ നിങ്ങൾ വറീഡ് ആവണ്ട. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റത്തെ എന്തെടുത്താൽ മതി, ഓർബിറ്റൽസിനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു കേസ് മാത്രം നോക്കിയാൽ നമുക്ക് ഓരോ എലമെന്റ്സിന്റെ ലൊക്കേഷനും പീരിയോഡിക് ടേബിളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ എല്ലാ ഓർബിറ്റൽസിനെയും എടുക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഓർബിറ്റൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പറയാൻ പോകുന്ന സെക്ഷനില് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ പീരിയോഡിക് ടേബിളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ ഇനി ഫുൾ പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളും ഇത് തമ്മിലുള്ള റിലേഷൻ.
ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരിയഡ്സിലെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ജസ്റ്റ് ഒരു ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ആ നോട്ടിലോട്ട് പോകാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും നോട്ട് വായിക്കുമ്പോൾ. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഷെൽ എന്താണെന്ന് കണ്ടു. കെ എൽ എം എൻ. ദെൻ ആ ഷെല്ലിനുള്ളിലെ സബ് ഷെൽ ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ എസ് പി ഡി എഫ്, അതും കണ്ടു. ഇനി ഒരു എസ് ഓർബിറ്റലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺസ് ആണ് ഫിൽ ചെയ്യാൻ പറ്റുക. ഒരു പി ഓർബിറ്റലിൽ നമുക്ക് മാക്സിമം 6 ഇലക്ട്രോൺസിനെ വരെ ഫിൽ ചെയ്യാം. ഡിയിലാണെങ്കിൽ ടോട്ടൽ 10 ഇലക്ട്രോൺസിനെയാണ് ഫിൽ ചെയ്യുക. എഫിലാണെങ്കിൽ ടോട്ടൽ 14 ഇലക്ട്രോൺസിനെ ആയിരിക്കും ഫിൽ ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. എത്ര ഇലക്ട്രോൺസ് വെച്ച് ഓരോ ഓർബിറ്റലിൽ ഫിൽ ചെയ്യാം. ഓക്കെ, ഈ പീരിയഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പീരിയഡ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് നോക്കിയാൽ മതി പീരിയഡ് നമ്പർ കാണാനായിട്ട്? പീരിയഡ് നമ്പർ കാണാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാക്സിമം വാല്യൂ ഓഫ് എൻ. മാക്സിമം വാല്യൂ ഓഫ് എൻ ഇൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ മാക്സിമം വാല്യൂ ഓഫ് എൻ എടുക്കുക. അല്ലാതെ ഫസ്റ്റ് ഉള്ള എടുത്തിട്ട് കാര്യമില്ല. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എന്നിന്റെ വാല്യൂ ആണ്. എൻ എന്തോ അതാണ് നമ്മുടെ പീരിയഡ് നമ്പർ. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് എൻ ആയിരിക്കണം. അത് നമ്മൾ നോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ്, ഓരോ പീരിയഡിലും എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് എലമെന്റ്സ്. നമ്പർ ഓഫ് എലമെന്റ്സ്, ഓരോ പീരിയഡിലും എത്ര എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ട്വൈസ് ഇൻറ്റു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, 2 ഇൻറ്റു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് അവൈലബിൾ ആയിട്ടുള്ള, അതായത് എനർജി ലെവലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിന്റെ നമ്പർ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് ഓരോ പീരീഡിലും എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കാം. എന്നോട് ചോദിച്ചിരിക്കുകയാണ് പീരീഡ് 5ല് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്. പീരീഡ് 5ല് ഞാൻ ഫസ്റ്റ് എന്ത് നോക്കുക? അവിടെ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. നിങ്ങൾ പീരീഡ് 5ല് ഞാനിപ്പോ പറയും എങ്ങനെയാണ് അവരുടെ കോൺഫിഗറേഷൻ പോവുക എന്ന്. അപ്പൊ അതിൽ ശരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് 5s ഉണ്ട്, 4d ഉണ്ട്, 5p ഉണ്ട്. എനിക്കിതിൽ ഓർബിറ്റൽസ് മാത്രം മതി, അല്ലാതെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വേണ്ട. അപ്പൊ എനിക്ക് ഇതിനകത്ത് എസ് ഉണ്ട്, ഡി ഉണ്ട്, പി ഉണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലായത്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഇതാണ് ഇവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ്, പീരീഡ് 5ൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ്. ഇനി ഈ എസ് എന്ന് പറയുന്നത്, എസിന്റെ അകത്ത് ഒരു ഓർബിറ്റൽ അല്ലേ ഉള്ളൂ, ഡി 1, എസ് 1 ഉള്ളൂ. ഡിയിലാണെങ്കിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഡിയില് 5 എണ്ണം. പിയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പിയിൽ 3 എണ്ണം. അപ്പൊ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും അല്ലേ? 5 + 3 + 1 ടോട്ടൽ എത്രയാ? 9 എന്ന് കിട്ടി. അത്രയും ഓർബിറ്റൽസ് ഇവർക്ക് അവൈലബിൾ ആണ്. ആ 9ന്റെ ഡബിൾ എടുക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ 9 ഇൻറ്റു 2 ചെയ്യുന്നതാണ്. അത് ടോട്ടൽ 18 ആണ് എന്ത്? നമ്പർ ഓഫ് എലമെന്റ്സ്. ആ പർട്ടിക്കുലർ പീരീഡ് 5ലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 18 ആണ്. നമ്മൾ എന്താ എടുത്തത്? അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് എടുത്തു. ആ ഓർബിറ്റൽസിന്റെ എണ്ണം എടുത്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് പീരിയഡ് കിട്ടും. ഓക്കെ, വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പീരിയഡ് 3ല് എത്ര എലിമെന്റ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പീരിയഡ് 3ൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് അത് എഴുതുക. എസും പിയും ആണ്.
ഓക്കെ. ഈ എസിൽ തന്നെ എത്ര എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഒരെണ്ണം. പിയിൽ 3 എണ്ണം. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. ആ 4ന്റെ ഡബിൾ എടുക്കുക, ദാറ്റ് ഈസ് 4 into 2. അപ്പൊ ടോട്ടൽ എത്രയാ? 8 എന്ന് കിട്ടും. അപ്പൊ പീരിയഡ് 3യിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര എലമെന്റ്സ് ആണ് ഓരോ പീരീഡിലും ഉള്ളത് എന്ന്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് പീരീഡ് 1ല് പീരീഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ പീരീഡ് നമ്പറും എലമെന്റ്സിന്റെ എണ്ണവും. പീരീഡ് 1ല് ടോട്ടൽ 2 ഉണ്ട്. ദെൻ 8, 8, 18, 18, 32, 32 ഇങ്ങനെയാണ് പോവുക. 2, 8, 8, 18, 18, 32, 32. അപ്പൊ ഓരോ പീരീഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡും തമ്മിലുള്ള റിലേഷൻ 1s2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് പീരീഡ് 1ലാണ് വരിക. ദെൻ പീരീഡ് 2ൽ, അപ്പൊ ഇവിടെ എത്ര പീരീഡ് 1ൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? നമ്പർ ഓഫ് എലമെന്റ്സ് കൊണ്ട് നോക്കിക്കേ. നമ്പർ ഓഫ് എലമെന്റ്സും ടോട്ടൽ 2 എന്നല്ലേ പറഞ്ഞത്? 2. 1s2ൽ സ്റ്റാർട്ട് ചെയ്യും. അതില് പീരീഡ് നമ്പർ 1 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 2 ആണ്. ദെൻ സെക്കൻഡ് പീരീഡിലോട്ട് പോകുമ്പോഴത്തേനും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p6 ആണ്. അതായത് ലാസ്റ്റത്തേതാണ് ഞാൻ പറയാം. ലാസ്റ്റത്തെ ആറ്റത്തിന്റെ ആണ് നമ്മൾ 2s2 2p6. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2s2 2p1 2s2 2p2 2p3 അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് 2s2 2p6. അതാണ് ഇതിന്റെ ലാസ്റ്റ് ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ. ഇത് ഏത് പീരീഡിലാണ്? സെക്കൻഡ് പീരീഡിലാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് 8 ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 3s2 3p6. അത് 1s2 ആയിരുന്നു. ദെൻ നെക്സ്റ്റ് 2s2 2p6 ഒരാളൂടെ കൂടി അല്ലേ. ദെൻ നെക്സ്റ്റ് 3s2 3p6. 3s2 3p6 പീരീഡ് നമ്പർ 3 ആണ്. ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 8 ആണ്. ദെൻ നെക്സ്റ്റ് പീരീഡ് നമ്പർ 4ല് 4s2, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, 3d10 4p6. കണ്ടില്ലേ? നേരത്തെ 3s2 3p6 ഉള്ളായിരുന്നു. ഇവിടെ ഇടയ്ക്ക് ഒരാളൂടെ വന്നു, 4s2 3d10 4p6. ഇതാണ് പീരീഡ് നമ്പർ 4. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 18 ആണ്. അപ്പൊ ഇനി ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം 3d10 എന്ന് പറഞ്ഞ ഒരാൾ ഇതിന്റെ ഓക്കെ, നമ്മളിപ്പോ ഈ 3d10 കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഈ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇൻ ബിറ്റ്വീനില് എസിലും പിയിലും ഇൻ ബിറ്റ്വീനിലാണ്. അതായത് രണ്ടുപേരുടെ നടുക്കായിട്ടുള്ള ഒരാളെ നമുക്ക് ട്രാൻസിഷൻ എന്ന് പറയാം അല്ലെ. എസിന്റെയും പിയുടെയും എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഇടയിലായിരിക്കും ഇവർ വന്നിരിക്കുന്നത്. സോ അവരെ നമുക്ക് എന്ന് പറയാം? ട്രാൻസിഷൻ എന്ന് പറയാം. ഓക്കെ, അവരെ നമുക്ക് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയാം. ട്രാൻസിഷൻ സീരീസ്.
ഓക്കെ, ട്രാൻസിഷൻ സീരീസിൽ രണ്ടുപേരുടെയും ഇടയിൽ വന്ന ഒരു 3D എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും എസിനും പിന്നും ഇടയിലല്ലേ വന്നേക്കുന്നത്. സോ അവർ നമ്മൾ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയാം, അല്ലെങ്കിൽ 3D സീരീസ് എന്ന് പറയാം. ട്രാൻസിഷൻ സീരീസ് അല്ലെങ്കിൽ 3D സീരീസ് എന്നിവരെ പറയാം. ഓക്കെ, ഓക്കെ. അപ്പോ പീരീഡ് 4ലെ കോൺഫിഗറേഷൻ എന്ന് പറയുക 4:3D 10 4p 6. ഈ 3D 10 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ 3D സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3D 1 ആയിരിക്കും ആ ഫസ്റ്റ് ആയിട്ടുള്ള ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ. ദെൻ അത് 3D 2 ആകും, 3D 3 ആകും, അങ്ങനെ പോയി ലാസ്റ്റ് 3D 10 അങ്ങനെ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പോ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് നെയിം ശ്രദ്ധിച്ചിരിക്കുക. 3D 10 എന്ന് പറയുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? 3D സീരീസ് എന്ന് പറയും, 3D സീരീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയും. ഓക്കെ, ഓക്കെ. നമ്മൾ 3D സീരീസ് കണ്ടു. അവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. ദെൻ നെക്സ്റ്റ് പീരിയഡ് 5ന്റെ കേസ് നോക്കുക. പീരിയഡ് 5, ഈ പീരിയഡ് 5ലെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 5:4D 10 5p 6 ആണ്. ഇവരെ നമുക്ക് 4D സീരീസ് എന്ന് പറയാം. നേരത്തെ നമ്മൾ 3D സീരീസ് എന്ന് പറഞ്ഞില്ലേ, ഇതിനെ നമ്മൾ 4D സീരീസ് എന്ന് പറയും. 3D സീരീസിനെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുവാണെങ്കിൽ 4D സീരീസിനെ നമുക്ക് എന്തെന്ന് പറയാം? സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് നമ്മൾ 3Dയെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4D നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയും.